IPL-ൽ ഇന്നലെ നടന്ന ഗുജറാത്ത് ഡൽഹി മത്സരം സൂപ്പർ ത്രില്ലർ തന്നെയായിരുന്നു. ഓരോ നിമിഷവും ആവേശം നിറഞ്ഞു നിന്ന മത്സരത്തിന്റെ അവസാന പന്തിലെ നാടകീയതക്കൊടുവിൽ ഒരു റൺസിന്റെ ജയം ഗുജറാത്ത് ടൈറ്റൻസ് നേടിയെടുത്തു. ഡേവിഡ് മില്ലർ എന്ന സൂപ്പർ ഫിനിഷർ അവസാന ഓവറിലെ അവസാന പന്ത് വരെ ഡൽഹിക്കായി പോരാടി നോക്കിയെങ്കിലും ഒരു റൺസിന്റെ തോൽവി നേരിടേണ്ടി വന്നു. പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞ അവസാന പന്ത് സ്ലോ ഷോട്ട് ബോളായപ്പോൾ ഡേവിഡ് മില്ലറുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. കൃത്യമായി കണക്ട് ചെയ്യാൻ മില്ലർക്ക് സാധിക്കാതെ പോയതോടെ പന്ത് നേരെ വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലറിലേക്ക്. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ത്രോയിൽ കുൽദീപ് യാദവ് റണ്ണൌട്ടായപ്പോൾ ഡൽഹി ജയിക്കുമെന്നുറപ്പിച്ച കളി ഒരു റൺസിന് ഗുജറാത്തിന്റെ കൈകളിലേക്ക് എത്തി. ഡൽഹിയുടെ തോൽവിക്ക് പിന്നാലെ ഡേവിഡ് മില്ലർ ഒരേ സമയം ഹീറോയും വില്ലനും ആവുകയാണ്. ഇതിന് കാരണം താരം കാട്ടിയ വലിയൊരു പിഴവാണ്. ഇതിനെ മണ്ടത്തരമെന്നോ അമിത ആത്മവിശ്വാസമെന്നോ എന്തു വേണമെങ്കിലും വിളിക്കാം. എന്തായാലും മില്ലർ എടുത്ത ആ നിർണായക തീരുമാനം പാളിയതാണ് ഡൽഹിക്ക് ജയം നഷ്ടപ്പെടാൻ കാരണമായത് എന്താണ് വസ്തുത. അവസാന 2 പന്തിൽ വെറും 2 റൺസായിരുന്നു ഡൽഹിക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. ഡേവിഡ് മില്ലറും കുൽദീപ് യാദവുമായിരുന്നു ക്രീസിൽ. സ്ട്രൈക്കിൽ മിന്നും ഫോമിലുള്ള മില്ലർ നിൽക്കുന്നതിനാൽ അനായാസം ഡൽഹി വിജയലക്ഷ്യം മറികടക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ അവസാന ഓവറിലെ 5-ാം പന്ത് ഡീപ് സ്ക്വയർ ലെഗിലേക്കാണ് മില്ലർ പായിച്ചത്. അനായാസമായി സിംഗിൾ നേടി മത്സരം സമനിലയാക്കി സൂപ്പർ ഓവർ ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ മികച്ച ഫോമിലായിരുന്ന ഡേവിഡ് മില്ലർക്ക് മറ്റൊരു പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. മില്ലർ ഈ പന്തിൽ സിംഗിൾ നേടിയില്ല. കുൽദീപിന് സ്ട്രൈക്ക് കൈമാറാതെ അവസാന പന്തിൽ അടിച്ചു ജയിക്കാം എന്നതായിരുന്നു മില്ലർ കരുതിയത്. എന്നാൽ ഈ തീരുമാനം പാളി. അവസാന പന്ത് ബാറ്റിൽ കൊള്ളിക്കാൻ പോലും മില്ലർക്ക് കഴിഞ്ഞില്ല. കുൽദീപ് റണ്ണൌട്ട് ആവുകയും ഡൽഹി കളി തോൽക്കുകയും ചെയ്തതോടെ വലിയ വിമർശനം ഒരു ഭാഗത്തുനിന്ന് മില്ലർക്ക് നേരെ ഉയർന്നു. എന്നാൽ താരത്തെ പിന്തുണച്ചും ആരാധകർ രംഗത്തെത്തി. മില്ലർ കാട്ടിയത് പിഴവ് തന്നെയാണെങ്കിലും 20-ലധികം റൺസിനെങ്കിലും തോൽക്കേണ്ട കളിയെ വിജയത്തിന് തൊട്ടടുത്തെത്തിച്ചത് മില്ലറാണെന്ന് മറക്കരുതെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 4 വിക്കറ്റിന് 210 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഡൽഹിക്ക് 8 വിക്കറ്റിന് 209 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 2 ജയങ്ങൾക്കൊടുവിൽ ഡൽഹി തോൽവി നേരിട്ടപ്പോൾ ഗുജറാത്ത് സീസണിലെ ആദ്യ ജയവുമാണ് സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഗുജറാത്തിന് മികച്ച തുടക്കമല്ല ലഭിച്ചത്. ഓപ്പണർ സായ് സുദർശൻ പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയില്ല. 7 പന്തിൽ 12 റൺസ് എടുത്ത സായ് സുദർശനെ മുകേഷ് കുമാർ ക്ലീൻ ബൗൾഡ് ചെയ്തു. എന്നാൽ 2-ാം വിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും ചേർന്ന് ടീം സ്കോർ ഉയർത്തി. മോശം ഫോമിലായിരുന്ന ബട്ട്ലർ കിടിലൻ അർദ്ധ സെഞ്ചുറിയുടെ തിരിച്ചുവരവ് നടത്തി. 27 പന്തിൽ 3 ഫോറും 5 സിക്സും ഉൾപ്പെടെ 52 റൺസ് എടുത്താണ് ബട്ട്ലർ മടങ്ങിയത്. വാഷിംഗ്ടൺ സുന്ദർ 4-ാം നമ്പറിൽ ഇറങ്ങി കസറി. 32 പന്തിൽ 6 ഫോറും 2 സിക്സും ഉൾപ്പെടെ 55 റൺസാണ് സുന്ദർ നേടിയത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ കിടിലൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. 45 പന്തിൽ 4 ഫോറും 5 സിക്സും ഉൾപ്പെടെ 70 റൺസോടെയാണ് ഗിൽ ശോഭിച്ചത്. ഇതോടെ 4 വിക്കറ്റിന് 210 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്താൻ ഗുജറാത്തിന് സാധിച്ചു. ഡൽഹിക്കായി മുകേഷ് കുമാർ 2ഉം ലുങ്കി എങ്കിഡി, കുൽദീപ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി. മറുപടിക്കിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിനായി KL രാഹുലും പതും നിസംഗയും ചേർന്ന് ഗംഭീര തുടക്കമാണ് നൽകിയത്. 1-ാം വിക്കറ്റിൽ 76 റൺസ് കൂട്ടിച്ചേർത്ത ശേഷം നിസംഗ പുറത്തായി. 24 പന്തിൽ 6 ഫോറും 1 സിക്സും ഉൾപ്പെടെ 41 റൺസാണ് നിസംഗ നേടിയത്. എന്നാൽ ഓപ്പണിംഗ് പൊളിഞ്ഞതോടെ കൃത്യമായ ഇടവേളകളിൽ ഡൽഹിക്ക് വിക്കറ്റുകൾ വീണു. നിതീഷ് റാണ 5 റൺസ് എടുത്ത് മടങ്ങി. റാഷിദ് ഖാനാണ് വിക്കറ്റ്. കഴിഞ്ഞ 2 മത്സരത്തിലും ഡൽഹിയുടെ ഹീറോയ സമീർ റിസ്വയെ റാഷിദ് ഖാൻ അക്കൗണ്ട് തുറക്കും മുമ്പ് ക്ലീൻ ബൗൾഡ് ചെയ്തു. ഡേവിഡ് മില്ലർ റിട്ടയർഡ് ഹെഡായി മടങ്ങുകയും ചെയ്തു. 10 പന്തിൽ 12 റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് മില്ലർ മടങ്ങിയത്. ക്യാപ്റ്റൻ അക്ഷർ പട്ടേലിന് തിളങ്ങാനായില്ല. 3 പന്തിൽ 2 റൺസാണ് അക്ഷർ നേടിയത്. ട്രിസ്റ്റൻ സ്റ്റബ്സ് 7 റൺസ് എടുത്ത് പുറത്തായി. സ്റ്റബ്സ് പുറത്തായതോടെ ഡേവിഡ് മില്ലർ വീണ്ടും തിരിച്ചെത്തി. ഒരു വശത്ത് KL രാഹുൽ പിടിച്ചുന്നത് പ്രതീക്ഷ ഉയർത്തി. എന്നാൽ 52 പന്തിൽ 11 ഫോറും 4 സിക്സും ഉൾപ്പെടെ 92 റൺസ് എടുത്ത KL രാഹുലിനെ മുഹമ്മദ് സിറാജ് പുറത്താക്കി. പിന്നീട് ഡേവിഡ് മില്ലറും വിപ്രജ് നിഗവും ചേർന്ന് പൊരുതിയെങ്കിലും അവസാന ഓവറിലെ 2-ാം പന്തിൽ 7 പന്തിൽ 11 റൺസ് എടുത്ത വിപ്രജ് പുറത്തായി. മില്ലർ പോരാട്ടം തുടർന്നെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. 20 പന്തിൽ 3 വീതം ഫോറും 6ഉം ഉൾപ്പെടെ 41 റൺസാണ് മില്ലർ നേടിയത്.